നല്ല എക്സ്പീരിയൻസ് ആണ്. കൊള്ളായിരുന്നു, സൂപ്പറായിരുന്നു. വിജയണ്ണൻ്റെ പടം, വിജയ് ഫാനാണ്. നല്ല സിനിമയായിരുന്നു. ഫാൻസിന്റെ കൂടെ കാണുമ്പോൾ ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. ഇതുപോലെ റിലീസും ചെയ്യണം, വർഷത്തിൽ ഒരു വിജയ് അഭിനയിക്കണം. ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. വിജയുടെ പടം മാത്രം ഏത് പഴയ പടം ആയിക്കോട്ടെ, ഒരു റിലീസ് എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് പലയിടത്തു നിന്നും പല ആൾക്കാരും വണ്ടിക്കൂലിയും പെട്രോളും എല്ലാം ചിലവാക്കി വരുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? നമ്മൾ അണ്ണനെ അത്രയും മനസ്സിൽ സ്നേഹിക്കുന്നുണ്ട്. അണ്ണനോടുള്ള ആരാധന, അതായത് നമുക്കൊരു ദൈവം എങ്ങനെയാണോ ആ ഒരു ഇതിലാണ് അണ്ണൻ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് വിജയ്, അതാവണം വിജയ്. ഇത്രേ ഉള്ളൂ. സൂപ്പറാണ്, രക്ഷയില്ല. സൂപ്പർ വിജയണ്ണൻ, സൂപ്പർ സൂപ്പർ. തമിഴ്നാട്ടിൽ എന്താ പറയാ, തിരുച്ചിയിലെന്ത് തിയേറ്റർ എക്സ്പീരിയൻസ് മുമ്പ് കിട്ടിയിട്ടില്ല. പക്ഷേ ഇത് ആദ്യമായിട്ടാണ് ഞാൻ ബിഗ് സ്ക്രീനിൽ കണ്ടത്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അടിപൊളി, വേറെ ഒന്നും പറയാനില്ല. തിയേറ്റർ എക്സ്പീരിയൻസ് വേറെ ലെവലാണ്. അടിച്ചു പൊളിച്ച് അന്ന് കണ്ടതല്ലേ, അതേ വിജയ് കണ്ട. നല്ല സിനിമ എന്ന് വെച്ചാൽ നല്ല സിനിമ. പണ്ടത്തെ റിലീസ് ആയിട്ട് ഞാൻ ഒരു വലിയൊരു വിജയ് ഫാനാണ്. ഒരു രക്ഷയില്ല. കിടിലൻ പടം, വിജയ് ഫാനാണ്. കിടിലൻ പടം, എല്ലാവരും വന്ന് കാണണം. ഇത് വരും தளபதியோட படம் இது பார்க்கறது ரொம்ப சந்தோஷமா இருக்கு. ஃபர்ஸ்ட் ஹவர் வாட்ச் ஃபிலிம். இன்னைக்கு தளபதி மாஸ் தான். அன்னைக்கு பார்த்தோட இன்னைக்கு ரொம்ப சந்தோஷமா இருக்கு. ஒரு 14 வருஷம் பேக்ல நான் ஸ்கூல் படிக்கும்போது பார்த்தா அந்த ஃபீலிங் எல்லாமே வெளியே போயிடுச்சு. தியேட்டர் எஃபோர்ட்டும் நல்லா சூப்பராக பண்ணியிருந்தாங்க. இந்த ரசிகர் மன்ற பசங்களும் ரொம்ப சூப்பராக பண்ணியிருக்கிறாங்க. ஒரு வருத்தம் தான், சீக்கிரம் சினிமா விட்டு போக போறாரு. எங்களுக்காக கட்சி இருக்கு இங்கே கேரளா பக்கத்துக்கு என்ன இருக்க போகுதுன்னு தெரியல. ஆனால் സൂപ്പർ, അടിപൊളിയായിരുന്നു. പടം കൊള്ളാം. അന്ന് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റത് ഇപ്പൊ ചെയ്യാൻ പറ്റി. കൊള്ളായിരുന്നു പടം. പിന്നെ പറയണ്ടേ, തളമതിരെ പടം ഇല്ലേ, അടിപൊളി. സൂപ്പർ വേറെ ലെവൽ. കണ്ട് കൊള്ളാം. പൊളി സെറ്റ്. പടം പണ്ടത്താണെങ്കിൽ തന്നെ രക്ഷയില്ല. പണ്ട് ഇപ്പോഴൊരേ കണക്കാണ്. പിന്നെ കട്ട വിജയ് ഫാൻ. അന്ന് ഒരേ അണ്ണാതി തന്നെ, മാസി തന്നെ, പൊളിപ്പടം. ഒരേ വൈബ്. അന്ന് വിജയാണ് സൂപ്പർ തന്നെ. ഡാൻസ് എല്ലാം അടിച്ച് പൊളിച്ച് നമ്മളെ തിയേറ്റർ മറിച്ച്. സൂപ്പർ വിജയ് ഫാൻ. സൂപ്പർ. കുറേ വട്ടം കണ്ടിട്ടുണ്ട്. അതെ, നല്ല എക്സ്പീരിയൻസ് ആണ്. നല്ല മൂവിയാണ്. ഇതിനു മുന്നേ കണ്ടിട്ടുണ്ട്. ആണ്. തിയേറ്ററിൽ കണ്ടിട്ടില്ല. തിയേറ്ററിൽ ഫസ്റ്റ് ടൈമാണ് വേലായുധം കാണുന്നത്. അതേ വിജയ് ഫാനാണ്. ട്രിവാൻഡ്രം മകളണി ടീമിലെ വൈസ് പ്രസിഡൻ്റാണ്. അടിപൊളിയായിരുന്നു. വിജയുടെ മൂവിയല്ലേ, നന്നായിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. ഞങ്ങളും ചെയ്തായിരുന്നു. പിന്നെ ഞാൻ കട്ട വിജയ് ഫാനാണ്. അതുകൊണ്ടാണ് രാവിലെ 6:45 ഇവിടെ വന്നതാണ് മൂവി കാണാനായിട്ട്. അപ്പോൾ 2 ആഴ്ച മുന്നേ ഇതിൻ്റെ പുറകിലായിരുന്നു. അപ്പോൾ റിലീസ് എല്ലാം കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഇറങ്ങിയ എല്ലാ ചോട്ട മുമ്പേയൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ അണ്ണൻ്റെ മൂവി എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടി എനർജി ആണല്ലോ. അപ്പോൾ കുറച്ചും കൂടി രാവിലെ ആണെങ്കിലും ഞങ്ങൾ വന്ന് കാണും. അണ്ണനെ ഭയങ്കര ഇഷ്ടമാണ്. കട്ട വിജയ് ഫാനാണ്. ஆக்சுவலாக 2011 ஃபஸ்ட்டு இந்த படத்தை தான் தேட்டரில் பார்த்தேன். மறுபடியும் இந்த படத்தை எங்கேயுமே பார்க்க முடியல ரீரிலீஸில். இங்கே கேரளாவில் பண்ணியிருக்காங்க தெரிஞ்சுக்கிட்டு திருச்சியிலேருந்து வந்திருக்கேன். தமிழ்நாட்டிலேருந்து நான் அதை பார்க்குறதுக்காண்டி வந்திருக்கேன். அன்றைக்கி பார்த்த மாதிரி இன்றைக்கும் ரொம்ப ஃப்ரெஷ்ஷாக ரொம்ப சந்தோஷமாக இருக்குது. தேட்டர் எஃபோர்ட் ரொம்ப சூப்பராக இருக்குது. தளபதி ஆல்வேஸ் அல்டிமேட் தான். எங்கள் ஊர் தளபதியை இங்கே இவ்வளோ தான் கொண்டாடுறது எங்களுக்கு ரொம்ப பெருமையாகவும் ரொம்ப சந்தோஷமாகவும் இருக்குது. இப்போ லாஸ்ட் 2 படமாக ஃபஸ்ட்டு பார்க்க கேரளா தான் வரேன். ஸ்பெஷல் ஷோ இன்றைக்கி தான் வந்திருக்கேன். ரொம்ப സൂപ്പറാக இருக்குது. ഇവங்க பண்ணுற എൻജോയ്മെൻറ്റ്, ഇവங்க സെലിബ്രേഷനെല്ലാം பார்க்குறதுக்கே ரொம்ப സന്തോഷமாக இருக்குது. ഇത് നമുക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് ആദ്യമായിട്ടാണ്. നമ്മൾ ഈ സിനിമയ്ക്ക് ഇറങ്ങാൻ നമ്മൾ കൊച്ചു കുട്ടികളായിരുന്നു. തിയേറ്ററിലൊന്നും പോയി കാണാൻ പറ്റാത്തൊരു സമയമായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ തിയേറ്റർ എക്സ്പീരിയൻസ് വളരെ നന്നായിട്ടുണ്ടായിരുന്നു. വീണ്ടും സിനിമ നല്ലപോലെ ആസ്വദിക്കാൻ പറ്റി. നല്ലൊരു അനുഭവമായിരുന്നു. പൊളി. കട്ട വിജയ് ഫാൻസാണ്. പണ്ട് മുതലേ വിജയ് ഫാൻസാണ്. കൊള്ളാട്ടെ, അടിപൊളി, സൂപ്പർ പടം. അതെ, 2011 ഈ പടം ഇറങ്ങിയത്. അന്ന് നമുക്കിത് കാണാനോ FDFS കാണാനൊന്നുള്ള അവസരങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഈ കാലം മാറി, കമ്മിറ്റി നമ്മുടെ കയ്യിൽ വന്നു. നമ്മളത് ഷോ ആയിട്ട് 14 വർഷത്തിന് ശേഷം നമ്മൾ ഈ പടം വീണ്ടും റിലീസ് വെച്ചു. പടം അന്നും ഇന്നും ദളപതിയുടെ പടം എന്ന് പറയുമ്പം നമുക്കൊരു ആവേശമാണ്. നമ്മുടെ കയ്യിൽ ഞരമ്പല്ല. പുള്ളിയുടെ ഇൻട്രോ കാണുമ്പോഴാണ് ശരിക്കും ഒരു ദളപതി ആരാധന രോമം പറയുമ്പോൾ പോലും രോമം എഴുന്നേറ്റ് നിൽക്കും. അതാണ് ദളപതി എന്ന് പറയുന്ന പേരിൻ്റെ ഒരു എഫക്റ്റ്. ഇനി നമ്മൾ വീണ്ടും റിലീസ് വയ്ക്കും. ഒരു റിലീസ് ഉണ്ടാവും. അടുത്ത ലാസ്റ്റ് പടം അണ്ണനെ തിയേറ്ററിൽ രാജാവിനെ രാജകീയമായിട്ട് തന്നെ നമ്മൾ പറഞ്ഞിടും. എന്നാൽ പൊളിറ്റിക്സിൽ വന്നാലും വർഷത്തിലൊരു പടം ഞങ്ങൾക്ക് ആരാധകർക്ക് വേണ്ടി ചെയ്തു തരണമെന്ന് വളരെയധികം ആഗ്രഹമുണ്ട്. പത്മനാഭൻ്റെ മണ്ണിൽ ഈ പത്മനാഭ തിയേറ്ററിൽ ഈ വേലായുധ സിനിമ റിലീസ് വെച്ചത് തന്നെ ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ഭാഗ്യം. അതിന് ഏറ്റവും ഉപകാരമായിട്ട് നമ്മുടെ ടീമിലെ തിയേറ്ററിലെ സ്റ്റാഫ്സ്, തിയേറ്ററിൻ്റെ ഓണർ ഗിരിസാറ്, ഇവരെല്ലാം നമുക്ക് നല്ല സപ്പോർട്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ആരാധകർ, ഇത്രയും പേര് നമ്മുടെ നண்பന്മാർ
ഇത്രയും കത്തി നിൽക്കുമെന്ന് നമ്മൾ പ്രതീക്ഷയില്ല. തിയേറ്ററിലാണെങ്കിൽ കൊടൂരമായിട്ടുള്ള വൈബായിരുന്നു. ഇനിയും റീ റിലീസ് വെക്കാൻ തന്നെയാണ് നമുക്ക് പ്രചോദനം. കട്ട അണ്ണൻ ഫാനാണ്.